തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നേടിയ കോൺഗ്രസ് ആ ആത്മവിശ്വാസത്തിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് എംപിമാരെ വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങളുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 11ാം പട്ടിക പുറത്തുവിട്ടു. PCC അധ്യക്ഷ YS ശർമിളയടക്കം 5 പേരാണ് ആന്ധ്രയിൽ നിന്ന് പട്ടികയിൽ ഇടം പിടിച്ചത്. സംസ്ഥാന നിയമസഭയിലേക്കുള്ള 114 അംഗ സ്ഥാനാർത്ഥി പട്ടികയും കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുണ്ട്. തെലങ്കാന കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ശർമിളയെ ആന്ധ്രയിൽ പാർട്ടിക്ക് തിരിച്ചുവരവിനുള്ള വഴിയൊരുക്കുന്നതിനാണ് കോൺഗ്രസ് PCC അധ്യക്ഷയാക്കിയത്. ആന്ധ്ര മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡിയുടെ മരണവും പിന്നാലെ നടത്തിയ ആന്ധ്ര വിഭജനവുമാണ് സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ തകർച്ച പൂർണ്ണമാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് ഗുണകരമാകുമെന്ന് പാർട്ടി കരുതുന്നു. കോൺഗ്രസ് മുൻ നേതാവും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുമായിരുന്ന YS രാജശേഖര റെഡ്ഡിയുടെ തട്ടകമായിരുന്ന കടപ്പയിൽ നിന്നാണ് മകൾ ശർമിള പാർലമെന്റിലേക്ക് ജനവിധി തേടുന്നത്. 1989 മുതൽ 1999 വരെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് YSR ആയിരുന്നു. പിന്നീട് YSRന്റെ സഹോദരൻ YS വിവേകാനന്ദ റെഡ്ഡിയും മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. അതിനുശേഷം നിലവിലെ ആന്ധ്ര മുഖ്യമന്ത്രിയും സഹോദരനുമായ ജഗൻമോഹന്റെ തട്ടകമായിരുന്നു കടപ്പ. കോൺഗ്രസ് ടിക്കറ്റിലും സ്വന്തം പാർട്ടിയായ YSR കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായും ജഗൻ മണ്ഡലം നിലനിർത്തി. YSR കോൺഗ്രസ് സിറ്റിംഗ് MP അവിനാഷ് റെഡ്ഡിയാണ് ശർമിളയുടെ പ്രധാന എതിരാളി. ശർമിളയുടെ ബന്ധു കൂടിയായ YS അവിനാഷ് റെഡ്ഡിയാണ് 2014 മുതൽ കടപ്പയിലെ MP. CB സുബ്ബരാമി റെഡ്ഡിയാണ് ഇവിടെ TDP സ്ഥാനാർത്ഥി. YS വിവേകാനന്ദ റെഡ്ഡിയുടെ കൊലപാതകമാണ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന ഘടകം. നിലവിലെ MP YS അവിനാഷ് റെഡ്ഡിക്ക് ഈ മരണത്തിൽ പങ്കുണ്ടെന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ജഗൻമോഹൻ റെഡ്ഡി ഭരണത്തിലും കേസിൽ അന്വേഷണം ഇഴയുകയാണെന്ന് വിവേകാനന്ദ റെഡ്ഡിയുടെ മകൾ ആരോപിച്ചിരുന്നു. അതേസമയം ദേശീയ തലത്തിൽ 17 പാർലമെന്റ് സ്ഥാനാർത്ഥികളുള്ള കോൺഗ്രസ് പട്ടികയിൽ കേരളത്തിന്റെ ചുമതലയുണ്ടായിരുന്ന മുൻ AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറും ഉണ്ട്. ബീഹാറിലെ കതിഹാറിൽ നിന്നാണ് താരിഖ് അൻവർ ജനവിധി തേടുന്നത്. ഒഡീഷയിൽ നിന്ന് 8, ആന്ധ്രയിൽ നിന്ന് 5, ബീഹാറിൽ നിന്ന് 3, ബംഗാളിൽ നിന്ന് 1 എന്നിങ്ങനെ 17 പേരുടെ പട്ടികയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്.